നീറും മനസ്സുകളിൽ ആശ്വാസമേകും നിർമ്മല സോനമേ മേരി മാതേ, നിൻ പദമലരിൽ അഭയം തേടും നീജരീദാസരേ ധന്യരാക്കൂ, നിൻമിഴി നീരാൽ ശുദ്ധരാക്കൂ. ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഇന്ന് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന്റെ 14ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 14ാമത്തെ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയെ കുറിച്ചാണ്. ലൂക്കാസ് വിശേഷം 12ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ, ഏറ്റവും നിസ്സാരമായ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത് ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, ആയുസ്സിന്റെ ദൈർഘ്യത്തെ ഒരു നിമിഷം കൂടി മുന്നോട്ട് നീക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല എന്നുള്ളത്. അത്രയും നിസ്സാരനാണ് മനുഷ്യൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു നിന്നതുപോലെ നമുക്കും കർത്താവെ നിന്റെ ദാസൻ എന്ന് പറഞ്ഞ് എളിമയോടുകൂടി നിൽക്കുവാൻ സാധിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധാത്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. കാറ്റി കാറ്റി പരിശുദ്ധാത്മാവേ വീശണമേ, ഞങ്ങളിൽ വീശണമേ. തീ തീ പരിശുദ്ധാത്മാവേ കത്തണമേ, കത്തി ജ്വലിക്കണമേ. കാറ്റി കാറ്റി പരിശുദ്ധാത്മാവേ വീശണമേ, ഞങ്ങളിൽ വീശണമേ. തീ തീ പരിശുദ്ധാത്മാവേ കത്തണമേ, കത്തി ജ്വലിക്കണമേ. പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, ഇന്നും അഗ്നിയായി കത്തി ജ്വലിക്കണമേ. പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, ഇന്നും അഗ്നിയായി കത്തി ജ്വലിക്കണമേ. പന്തക്കുസ്ത പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, എളിമ, ക്ഷമ, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, എത്ര നാൾ കൂടി നമ്മൾ ജീവിക്കും എന്ന് ഒരു ചോദ്യത്തെ വളരെ ആത്മാർത്ഥമായി നമ്മുടെ ചിന്തകൾക്ക് വിധേയമാക്കിയാൽ നമുക്കറിയാം ഏറെ നാളൊന്നും മുന്നോട്ട് പോകേണ്ടി വരില്ല.
ഒരു 50 കൊല്ലം കൂടെ കഴിഞ്ഞ് നമ്മളിൽ എത്ര പേര് ഈ ഭൂമുഖത്തുണ്ടാകും എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഭൂരിഭാഗം പേരും, ഒരുപക്ഷെ നമ്മളിൽ ആരും തന്നെ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. 50 എന്നൊക്കെ ഒരാശ്വാസമായിക്കോട്ടെ എന്ന് രീതി പറഞ്ഞതാണ്. അത്ര ഒന്നും പോകണ്ടെന്ന് നമുക്കറിയാം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഒരുപാട് മനുഷ്യര് വലിയ അഹങ്കാരത്തോടുകൂടി തങ്ങൾ തന്നെ വലിയ ശ്രേഷ്ഠരാണ്, തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരുണ്ട്. ബെരിമെനിഞ്ഞാത്തോട്ടത്തിന്റെ മനോഹരമായ ഒരു കവിതയുണ്ടല്ലോ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്കു പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നും ഇല്ലതിൽ. സോളമനും ഹോമറും സീസറും അലക്സാണ്ടറും ഒക്കെ ഈ കാലചക്രത്തിന്റെ ഉരുളലിൽ എവിടെയൊക്കെയോ അസ്തമിച്ചു പോയെങ്കിൽ അത് നാളെ നമ്മളുടെയും അവസ്ഥ തന്നെയാണ്. കടന്നു പോകേണ്ടവരാണ് മനുഷ്യൻ. അത്രയേ ഉള്ളൂ മനുഷ്യൻ. നമ്മുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വീടൊക്കെ സ്വന്തമാക്കാം, എല്ലാ സൗകര്യങ്ങളും അതിൽ ഏർപ്പെടുത്താം. പക്ഷേ ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ ഉറക്കം വരണമെങ്കിൽ തമ്പുരാൻ തീരുമാനിക്കണം. ഒരുപക്ഷെ ലോകത്തെ എല്ലാ വിഭവങ്ങളും നമ്മുടെ മുൻപിൽ നിരത്തി വയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞേക്കാം, പണത്തിന് കഴിഞ്ഞേക്കാം. പക്ഷെ ഇതിലൊന്നെങ്കിലും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ വിശപ്പ് അത് തമ്പുരാൻ തരണം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. മനുഷ്യൻ നിസ്സാരനാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളിൽ തന്നെയുണ്ട്. പ്രകൃതിയുടെ ശക്തികൾക്ക് മുൻപിൽ എത്രയോ നിസ്സാരനാണ് മനുഷ്യൻ. അടുത്ത കാലഘട്ടത്തിൽ എത്ര മനുഷ്യരാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് അടിമപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നുപോയത്. ഇത്രയേ ഉള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ബാബേൽ ഗോപുരത്തിന്റെ കഥ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം. ബാബേൽ ഗോപുരം എന്താണ്? ബാബേൽ ഗോപുരം ദൈവത്തെ കൂടാതെ പണിതുയർത്താനുള്ള മനുഷ്യന്റെ പരിശ്രമമായിരുന്നു ബാബേൽ ഗോപുരം. അതൊരു പ്രതീകമാണ്. ദൈവത്തെ കൂടാതെ മഹത്വം തേടാനുള്ള പരിശ്രമത്തിൽ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അവൻ ഒരു ബാബേൽ ഗോപുരം തങ്ങളുടെ മഹത്വം സ്ഥാപിക്കാൻ, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മഹത്വം സ്ഥായിയായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി അവൻ ബാബേൽ ഗോപുരത്തിന്റെ പണി തുടങ്ങുന്നു. പക്ഷെ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഭാഷകൾ ചിതറിക്കപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് ഭാഷകൾ ചിതറിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം? ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ ലഘുവായിട്ട് വ്യാഖ്യാനിക്കാമെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് ആന്തരികമായ ഒരുപാട് അർത്ഥമുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഒരു ഭാഷയുടെ ഏകീകരണമില്ലാത്തൊരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ അപ്പം പറയണത് അമ്മയ്ക്കോ, അമ്മ പറയണത് അപ്പനോ, മക്കൾ പറയണത് മാതാപിതാക്കന്മാർക്കോ, അവർക്ക് പരസ്പരമോ ഒക്കെ മനസ്സിലാക്കപ്പെടാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥ. ഭാഷകൾ ഭിന്നിച്ചു പോവുക. അതാണ് ബാബേൽ ഗോപുരത്തിന് സംഭവിച്ചത്. ദൈവത്തെ കൂടാതെ മഹത്വം തേടിയപ്പോൾ, തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാൻ പരിശ്രമിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത്, അതിന്റെ അനന്തരഫലമായിട്ട് ലഭിച്ചത് അവർ തകർന്നു പോകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. തമ്പുരാന്റെ മഹത്വത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ ഗ്രന്ഥം തരുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ കർത്താവിന്റെ മഹത്വത്തിന്റെ മുൻപിൽ നിന്നപ്പോൾ അവൻ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവ് ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളോട് കൂടിയവനുമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഔന്നത്യത്തിൽ മനുഷ്യൻ അങ്ങേയറ്റം നിസ്സാരനാണ്. ഈ ഒരു അവബോധം ജീവിതത്തിലുടനീളം നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയിലേക്ക് നോക്കിയാൽ പരിശുദ്ധ അമ്മ തന്നെ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ദൈവപുത്രൻ തന്റെ മകൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മുൻപിൽ ഒരു കസേരയിട്ടിരിക്കുന്ന ഒരു അമ്മയെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അമ്മ എല്ലായ്പ്പോഴും അധികം അറിയപ്പെടാതെ, അധികം ശ്രദ്ധിക്കപ്പെടാതെ ഒരു എളിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ലാസറിന്റെ കല്ലറയിൽ ദൈവം അവനെ ഉയർത്തുമ്പോൾ അതിന് മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നില്ല. പക്ഷെ എന്നാൽ കാൽവരിയിൽ അവന്റെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ അമ്മ അവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ അമ്മ ദൈവപുത്രന്റെ അമ്മയായിട്ടും അതിൻ്റെ ഒരു ഭാവമോ അവകാശവാദങ്ങളോ ഒന്നും ഉന്നയിക്കാതെ ജീവിക്കുന്ന ഒരമ്മയുണ്ട്, ഏറ്റവും എളിയവളായിട്ട്. ഒടുവിൽ മകൻ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യോഹന്നാനോടൊപ്പം യാത്രയാകുന്ന ഒരമ്മയുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മ ഈ ജീവിതത്തിന്റെ നിസ്സാരതയെ അങ്ങേയറ്റം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരുന്നതെന്ന് അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ അലയടിക്കട്ടെ. മനുഷ്യന് അഹങ്കരിക്കാൻ എന്താണുള്ളത്? എന്താണ് നേട്ടമായിട്ടുള്ളത്? ഒന്നും തന്നെ നേട്ടമായിട്ടില്ല എന്ന് ഓർമ്മപ്പെടുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് സഭാപ്രസംഗകന്റെ പുസ്തകം. സഭാപ്രസംഗകന്റെ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സഭാപ്രസംഗകനായ ആ പുസ്തകം എഴുതിയിരിക്കുന്ന സോളമൻ മഹാരാജാവാണെന്ന് പറയുന്നു. എല്ലാ പ്രതാപങ്ങളും ഉണ്ടായിരുന്നവൻ. ആ പുസ്തകത്തിൽ ഇപ്രകാരം അതിന്റെ ആദ്യ അധ്യായങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല, എന്റെ നയനങ്ങൾ അപേക്ഷിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചിട്ടില്ല. ഇതെല്ലാം സോളമൻ തന്നെ പറയുന്നതാണ്. എല്ലാ കാര്യങ്ങളും എനിക്കെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം തികഞ്ഞവനായിരുന്നു. എന്നിട്ട് സോളമൻ പറയുന്നു, ഞാൻ ഇതിനെക്കുറിച്ചും ഇതിനു വേണ്ടി എടുത്ത പ്രയത്നത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ഒന്ന് നിരൂപണം ചെയ്തു. എന്നിട്ട് സോളമൻ പറയുകയാണ്, ആകാശത്തിന് കീഴെ നേട്ടങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി, എല്ലാം മിഥ്യയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ലോകത്ത് ഒരുപാട് നേട്ടമുണ്ടായിരുന്നവരാണ് ജീവിതത്തിന്റെ സായന്തനത്തിൽ ഇങ്ങനെ പറയുന്നത് എല്ലാം വെറുതെയായിരുന്നു എന്ന്. ആ തിരിച്ചറിവിൽ നിന്നാണ് അവർ പറയുന്നത് ഇതെല്ലാം വെറുതെയായിരുന്നു, ആകാശത്തിന്റെ കീഴെ നേട്ടങ്ങളൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നേട്ടങ്ങളുള്ളതെല്ലാം ആകാശത്തിന് മുകളിലാണ്. ഈ തിരിച്ചറിവാണല്ലോ പരിശുദ്ധ അമ്മയെ ഏറ്റവും എളിയവളായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല എന്ന തിരിച്ചറിവിൽ, നേട്ടങ്ങളെല്ലാം ആകാശത്തിന് മുകളിലാണ് എന്ന തിരിച്ചറിവിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. നമുക്ക് സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധ അമ്മേ, ദീപ്തമായ സമുദ്ര താരമേ, നിനക്ക് സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യകയെ, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹൗവയുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ, ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്ധർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഒരമ്മയായി നീ എന്നും കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നുവല്ലോ. അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ. സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ, നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു. കന്മഷരഹിതയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കണമേ. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും
അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മനുഷ്യജീവിതം നിസ്സാരമാണെന്നുള്ള തിരിച്ചറിവ് കൂടുതൽ ദൈവാശ്രയ ബോധത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയും ശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.